من الشيطان الرجيم. بسم الله الرحمن الرحيم. وقوموا لله قانتين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. നമ്മുടെ ഈ പരിപാടിയിൽ വളരെ പ്രൗഢമായി ഇപ്പോൾ സംസാരിച്ച സൈനികവിഭാഗങ്ങളാണ്. യോഗത്തിന്റെ അധ്യക്ഷൻ ഉദ്ഘാടനം ബഹുമാനായ സാലിഹിന്റെ സ്വാഗതം പ്രഭാഷകൻ സ്വാഗതം മോദിയെ തിരികുവാക്കി ഹംസ ഫൈദി, നമ്മുടെ മജീദ് ഫൈദി, താഹിർ ബർമൽ, യൂസഫ് സാഹിബ് എസ് മണ്ഡലം സെക്രട്ടറിയാണ്. അതുപോലെ മൊയ്തീൻ ഹാജി ഈ മഹലിന്റെ നമുക്ക് ഈ സൗകര്യം ഏർപ്പെടുത്തി തന്ന ഈ മഹലിന്റെ സെക്രട്ടറിയും മുഹമ്മദ് ഹാജി, അദ്ദേഹം നമ്മുടെ മഹലിന്റെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ മുഹമ്മദ് സാഹിബ് ഉൾപ്പെടെ ഈ മഹത്തായ മുബാറക്കായ സദസ്സിൽ ലഭിച്ചുകൂടിയ വിശിഷ്ടരായ പണ്ഡിത സുഹൃത്തുക്കളെ, വിവിധ മഹല്ലുകളിൽ നിന്ന് വന്ന ഉലമാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ വലിയ ഒരു അമലായി സ്വാലിഹായ സൽക്കർമ്മമായി സാധുക്കളായ നമ്മിൽ നിന്ന് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പള്ളികളെ ചുറ്റിലും മറപ്പെട്ട് നടക്കുന്ന ഉപരികളായ മുസ്ലിമീങ്ങളായ മുൻഗാമികളായ മുഴുവൻ ആളുകൾക്ക് കിട്ടുന്ന സവാബ് അല്ലാഹു തആല മഹത്തായ ഫദ്ൽ കൊണ്ട് എത്തിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി ഒരു സൗകര്യം ഏർപ്പെടുത്തി തന്ന ഈ മഹല്ലിലുള്ള മുഴുവൻ നിവാസികൾക്കും അല്ലാഹു തആല ഇൽമിന്റെ അധികാരത്തിൽ ശഫാഅത്ത് രണ്ട് ലോകത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള നിസ്കാരം, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ കസേരയിൽ ഇരിക്കുക എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച. കുറച്ചുകൂടി നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷെ വണ്ടി വിടാനാണ് കിട്ടാത്തത് കൊണ്ട് സമയം വൈകിയതാണ്. നിങ്ങൾ എല്ലാവരും ക്ഷണിക്കണം എന്നറിയിക്കണം. ഞാൻ ഒരു കുറിപ്പുണ്ടാക്കിയിട്ടുണ്ട്, ബഹുമാനടുത്ത് ആ കുറിപ്പ് കൊടുത്തു. അദ്ദേഹം അത് ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ കോപ്പി കിട്ടും. അതിനു മുമ്പ് തൽക്കാലം ഞാൻ എന്റെ കയ്യിലുള്ള കുറിപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കത് ചർച്ചയാക്കി മാറ്റുകയും വേണം. ചർച്ച. അപ്പൊ ആദ്യമായിട്ട് നിസ്കാരത്തിൽ 14 ഫർദുകളാണ്. ഖൗലിയായ ഫർദുകളുണ്ട്, ഫിഅലിയായ ഫർദുകളുണ്ട്. ഫിഅലിയായ ഫർദുകളിൽ 6 ഫിഅലിയായ റുക്നുകളാണ് നമ്മുടെ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നത്. 6 ഫിഅലിയായ റുക്നുകൾ. പിന്നെ തർത്തീബുൽ തുമഅനീനത്തും ഉണ്ട്. അത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നില്ല. അപ്പോ 6 ഫിഅലിയായ റുക്നുകൾ, നിസ്കാരത്തിന്റെ 6 ഫിഅലിയായ റുക്നുകൾ. ഒന്ന്, നിൽക്കാൻ കഴിവുള്ളവൻ ഫർദ് നിസ്കാരത്തിൽ നിൽക്കുക എന്നാണ്. അത് നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ആരംഭിക്കുന്നതാണ് ആ സംഗതി എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് റുക്ഊ ചെയ്യുക എന്നതാണ്. മൂന്നാമത്തേത് ഇഅ്തിദാലാണ്. നാലാമത്തേത് 2 സുജൂദുകളാണ്. അഞ്ചാമത്തേത് 6ാമത്തേത്. ഇത് രണ്ടും ഇരു സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അതുപോലെ അത്തഹിയ്യാത്ത് സലാത്തിന് വേണ്ടിയുള്ള ഇരുത്തം, അത് രണ്ടും കൂടി ഒന്നായിട്ടാണ് പറയുന്നത്. അത് വെവ്വേറെ നമ്മൾ ഈ വിഷയത്തിൽ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തത് ഫർദ് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. എന്താണ് നിൽക്കൽ? ഒരു കയറുമ്പോ തൂട്ടിപ്പൊടിച്ചിട്ട് നൃത്തത്തിന്റെ കോലത്തിലായി, പക്ഷെ ഭൂമിയിൽ ഭാരം കൊടുക്കുന്നില്ല എന്നാൽ നൃത്തം പറയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ചാരി, ഈ സ്റ്റാൻഡ് ഇങ്ങനെ ചാരി, സ്റ്റാൻഡ് എന്റെ പ്രസംഗ പീഠം, അത് ഇവിടുന്നിട്ട് ഒരാൾ അടിയുന്നത് വലിച്ചാൽ ഞാൻ മുന്നോട്ട് വീഴും. എന്നാൽ അതിനെ സംബന്ധിച്ച് നിർബന്ധമായില്ല.
അപ്പൊ നൃത്തം എന്ന് പറഞ്ഞ പറഞ്ഞുണ്ടാവാൻ രണ്ട് നിബന്ധനയാണ്. ഒന്ന് നിവരുക, അവന്റെ മുതുകല്ലുകൾ നിവർന്ന്, കാലകാലം നിവർന്നിട്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മുതുകല്ലുകളും നിവർന്ന് ഊരയും ഒക്കെ നിവരുക എന്നുള്ളതാണ്. അതാണ് മുതുകല്ലിനെ നിവർത്തൽ കൊണ്ടാണ് നൃത്തം ഉണ്ടാവുക. മുതുകല്ലിനെ നിവർത്തുക. അപ്പോ ആ മുതുകല്ലിനെ നിവർത്തുക എന്ന് പറയുമ്പോ ആ നൃത്തത്തിൽ അവൻ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ചെറുതായിട്ടൊന്ന് ചാരിയിട്ടുണ്ട്. അപ്പൊ ആ ചാരുപാദം വലിച്ചിട്ടാണ് അവൻ വീഴും. എന്നാലും അവന്റെ മുതുകല്ല് ഊരിൽ നിവർന്നിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതോടുകൂടി അവന്റെ ശരീരത്തിന്റെ ഭാരം അവൻ കൊടുക്കുന്നത് കാൽപാദത്തിന്റെ മേലും ആവുകയാണെങ്കിൽ അവിടെ തന്നെ പറയുന്ന രണ്ടാം പാളിൽ 21-ാമത്തെ പേജിൽ നൃത്തത്തിന്റെ നിബന്ധന രണ്ട് കാൽപാദത്തിന്റെ പേരിലോ രണ്ടാം വെള്ളിന്റെ പേരിലോ ഭാരം കൊടുക്കുക. അവന്റെ മുതുകല്ലിനെ അഥവാ ഈ നട്ടലിനെ നിവർത്തുക. നൃത്തം എന്ന പേര് അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ എന്ന് തുഹഫ പറയാം. ഫതുഹുൽ ബീൻ അവിടെ പറയാണ് ഇങ്ങനെ കുടുംബത്തിന്റെ ഏതെങ്കിലും വസ്തുക്കളിൽ ചായ നിൽക്കാൻ കറാഹത്താണ്. ആവശ്യമില്ലെങ്കിൽ അത് കറാഹത്താണ്. ആവശ്യമില്ലാതെ ചായ കുനിഞ്ഞു മുന്നോട്ട് കുനിഞ്ഞാൽ നൃത്തമാവില്ല. എന്ന് വെച്ചാൽ റുക്കൂഇന്റെ പരിധിയിലേക്ക്, റുക്കൂഇന്റെ ഏറ്റവും ചുരുങ്ങിയ പരിധികൾ അതിലേക്ക് എത്തും വിധം കുനിഞ്ഞാൽ നൃത്തമല്ല. അപ്പോ നിസ്കാരം പാത്തിലാണ്. എപ്പോ പൂർണ്ണമായ നിവർന്നത് പൂർണ്ണമായി നിവർന്നു നിൽക്കാൻ അവന് സാധിക്കുമെങ്കിൽ കുനിയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ നൃത്തത്തിൽ പാലിക്കുന്നു. അപ്പൊ ഒരാള് ഈ വളർത്തന്മാർ വളർത്തുന്ന പോലെ രണ്ട് കക്ഷത്തും രണ്ട് സാധനം വെച്ചിട്ട് അതിന്മേൽ ആ ഭാരം കൊടുത്തിട്ട് കാലുമൽ ഭാരം വരാത്ത വിധത്തിൽ കാര്യം ആടിക്കഴിക്കും. പക്ഷെ വളർത്തന്മാർ കാര്യം കൊടുക്കാൻ വയ്ക്കാത്ത ഒരാൾ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുകയാണെങ്കിൽ അപ്പൊ ആ കുത്തിപ്പിടിച്ച് നിൽക്കാൻ നിർബന്ധമാണ്. അപ്പൊ ഇതാണ് നൃത്തം എന്ന് പറയുന്നത്. ഈ നൃത്തം അവൻ ഫതുഹുൽ ബൈൻ പറയുന്നത് അതൊക്കെ സ്വന്തമായി വിവിധം നിൽക്കുക, അല്ലെങ്കിൽ പരസഹായത്താൽ നിൽക്കാൻ സാധിച്ചാൽ. പരസഹായത്താൽ എന്ന് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേ ഞാൻ കൊടുത്ത കൊൽപ്പിലായി പറഞ്ഞത് എന്താണ് പരസഹായത്താൽ എന്ന് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പരസഹായം മുഖാന്തരം പരസഹായത്തിന് ഒരാളെ കിട്ടണം. അത് കൂലി കൊടുത്ത് കാണിക്കുന്ന കിട്ടുമെങ്കിൽ പരസഹായം തേടുന്നതാണ്. പരസഹായം തേടുന്ന ആളെ കിട്ടാനില്ല, ആളുകൾ അതിന് തയ്യാറില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകയാണെങ്കിൽ പരസഹായം സ്വീകരിക്കേണ്ടതില്ല. ഇനി പരസഹായം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പരസഹായമാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കക്ഷത്തോ അല്ലെങ്കിൽ മറ്റോ ഉള്ള സ്റ്റാൻഡോ പോലുള്ള വടിയോ ഒക്കെയാവാം. വടി ഉപയോഗിച്ചിട്ടോ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടോ അയൽപൊക്കെ പിടിച്ചിട്ടോ ഈ നൃത്തം മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കണം. അവിടെ അതാണ് വ്യക്തമായ അഭിപ്രായം. ഒരാൾക്ക് നിലനിന്ന് എഴുന്നേൽക്കാനും വടി കുത്തി പിടിക്കണം, തുടർന്ന് റുക്കൂഴിനെയും വടി കുത്തി പിടിക്കണം. എന്നാൽ അയാൾക്ക് നൃത്തം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിർബന്ധമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തമായ അഭിപ്രായം. പക്ഷെ ഒരാൾക്ക് നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ വലിയോ പരസഹായമോ വേണം, തുടർന്നും അത് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടതില്ല. അവൻ ഇരുന്ന് നിസ്കരിച്ചോട്ടെ. എഴുന്നേൽക്കാൻ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടും പരസഹായത്തിലേക്കോ വടിയിലേക്കോ ആവശ്യമുണ്ടെങ്കിൽ
എങ്കിലേ അയാൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല. അപ്പൊ അയാൾ എന്ത് നിസ്കരിച്ചാൽ മതി എന്ന വളരെ ബലപ്പെട്ട അഭിപ്രായം, അതാണ് ഈ മസ്അലയിൽ മുഴക്കുന്നത് എന്ന് വരെ രേഖപ്പെടുത്തപ്പെട്ട അഭിപ്രായം നമ്മളെ മതത്തിലുണ്ട്. അതാണ് ജബരിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലുഹൂമിൽ മാത്രമല്ല ദവാമിലും പരസഹായം ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്നില്ല. അപ്പൊ ഇത് നിസ്കരിച്ചാൽ മതി എന്ന അഭിപ്രായം. അപ്പൊ നമുക്ക് സാധാരണ പള്ളിയിൽ വരുമ്പോൾ ഒരാൾക്ക് നിങ്ങൾക്ക് താങ്ങി കുറിച്ചാൽ പറയുമ്പോഴൊന്നും നടക്കൂല. അപ്പൊ അവരീ ബന്ധുക്കളനുസരിച്ച് അങ്ങനെ ചെയ്യുക, അവർ ബലപ്പെട്ട അഭിപ്രായം തന്നെ. അപ്പോ അവർക്ക് ഏത് നിസ്കരിക്കാം. ഇതാണ് നൃത്തത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വിഷയത്തിലേക്ക് അങ്ങനെ വരിക. രണ്ടാമത്തത് റുക്കൂഅ് എന്ന് പറഞ്ഞാൽ അതിൽ അഖല്ലുമുണ്ട് അക്മലുമുണ്ട്. പല ആളുകളും തെറ്റിദ്ധാരണകൾ പല ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ബോധ്യപ്പെട്ട പല ആളുകൾക്ക് റുക്കൂഅ് തെറ്റിദ്ധാരണ സംഭവിച്ചു. റുക്കൂഅ് എന്ന് പറയുമ്പോൾ രണ്ട് കക്ഷിയുടെ റുക്കൂഅ്. ഒന്ന് നിന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂഅുണ്ട്, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂഅുണ്ട്. ഇരുന്ന് നിസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഫർദ് നിസ്കാരം നിൽക്കാൻ കഴിവില്ലാത്തവരുടെ ഇരുന്ന് നിസ്കാരം ഒന്ന്. രണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നവർ ഇരുന്ന് നിസ്കരിക്കാറുണ്ട്. സുന്നത്ത് നിസ്കരിക്കുന്നവര് നിന്ന് നിസ്കരിക്കണമെന്നില്ലല്ലോ. ഈ രണ്ടുപേരുടെയും ഇരുന്ന് നിസ്കാരം, ഇവരുടെ റുക്കൂഅ് അതിൽ അഖല്ലുമുണ്ട് അക്മലുമുണ്ട്. നിന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂഅിലും അഖല്ലുമുണ്ട് അക്മലുമുണ്ട്. നിന്ന് നിസ്കരിക്കുന്നവൻ നൃത്തത്തിൽ നിന്നാണ് റുക്കൂഅിലേക്ക് പോവേണ്ടത്. അഖല്ലായാലും അക്മലായാലും നിന്ന് നിസ്കരിക്കുന്നവൻ ഇരുന്നിട്ട് റുക്കൂഅിലേക്ക് പോകേണ്ട വേണ്ടത്. നിന്നിട്ട് നിസ്കരിക്കാൻ പിന്നെ ഒരു കസേരയിൽ എന്നിട്ട് റുക്കൂഅിലേക്കും എന്നിട്ട് സുജൂദിലേക്കും പോകുക, അങ്ങനെ. നിന്ന് നിസ്കരിക്കുന്നവൻ നിന്നുകൊണ്ട് നിൽക്കാൻ പറഞ്ഞാൽ എന്താണ്? അവന്റെ കാലിന്റെ ഭാരം കൊടുത്തിട്ട് മുട്ടങ്ങനെ നിവർത്തി വെച്ചിട്ട് പൂലെങ്ങനെ വളക്കുക. പൂല വളക്കുന്നതിന് മുമ്പ് കാലുകൊണ്ട് വളച്ചിട്ട് ചന്തി വേറെ എന്തെങ്കിലും ഒന്നുമ്പോ കൊണ്ടുപോയി അമർത്തി വെച്ചിട്ട് പിന്നെ റുക്കൂഅ് ചെയ്യുക എന്നല്ല. നൃത്തത്തിൽ നിന്നുള്ള നിന്നുകൊണ്ട് റുക്കൂഅ് ചെയ്യുക. നൃത്തത്തിൽ നിന്നുള്ള റുക്കൂഅ് അത് രണ്ടുണ്ട്. അഖല്ലുമുണ്ട് അക്മലുമുണ്ട്. അഖല്ല് എന്ന് പറഞ്ഞാൽ രണ്ട് ഉള്ളൻ കൈകൾ കാൽമുട്ടിലേക്ക് തട്ടിച്ചിട്ടില്ല, വിൽഫീഡ് തട്ടിയിട്ടില്ല, പക്ഷെ തട്ടും വിധത്തിലാവുക. ഏതാണ്ട് ഒരു 45 ഡിഗ്രി ചെരിയുക, ഏതാണ്ടാണ് പറയുന്നത്. അതാണ് അഖല്ലായ. ബാക്കി കാര്യങ്ങളിൽ കൈകൾ ചുടലേക്ക് നമ്മളെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അക്മൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് 90 ഡിഗ്രി എന്നിട്ട് കുഞ്ഞ് അവന്റെ തലയും കഴുത്തും മുതുകും ഒരു സ്കെയിൽ വെച്ചാൽ സമാസമമാകും വിധം കുനിയുക, ഇരു കൈകളും കാൽമുട്ടി വെക്കുകയും ചെയ്യുക. ഇത് പോലെയുള്ള കാര്യങ്ങൾ. ഇതാണ് നൃത്തക്കാരന്റെ അക്മലായ റുക്കൂഅ് എന്ന് പറയുന്നത്. നീ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ അക്മലായ റുക്കൂഅ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് കുനിയുക. എവിടേക്ക് കുനിയുക? പൊന്നിച്ചു കൊടുക്കണ്ടേ? ആ പൊന്നിച്ചാലും പൊന്നിച്ചിട്ടില്ലെങ്കിലും ഇവന്റെ നെറ്റിത്തറം കാൽമുട്ടിന്റെ മുന്നിലേക്ക് വരുന്ന വിധത്തിൽ എന്ന് വെച്ചാൽ അവന്റെ നെറ്റിത്തറത്തിൽ നിന്നൊരു കല്ല് കീഴ്പോട്ടിട്ടാൽ കാൽമുട്ടിന്റെ മുന്നിലേക്ക് ചാടണം. ആ വിധത്തിൽ കുനിയുക. വെറുതെ അടിയ പോരാ. താഴെക്കോട്ട് ചേരുന്നിൽ മൂത്ത ചേരുന്ന അയാള് 2-3 പത്തിന് കസാര കിട്ടി 3-4 എങ്ങനെയാണ് അത് മതിയെന്നാണ് അയാൾ ലക്ഷ്യം. അതേമാതിരി ചെയ്താൽ വരാം. കുട്ടി കാൽമുട്ടിന്റെ മുന്നിലേക്ക് തെറ്റിക്കാൻ വേണ്ട വിധത്തിലായിരിക്കണം ഒരുങ്ങിയത്. അതാണ് ചുരുങ്ങിയത്. സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി എവിടുക്കാൻ വരിക? ആ പോയിന്റിലേക്ക് നെറ്റിത്തറം നേർസൂത്രമാകും വിധം ഒന്നുകൂടി മുന്നോട്ട് ആഞ്ഞു കുനിയുക. അതാണ് യുദ്ധക്കാരന്റെ അക്മലായ റുക്കൂഅ്. ഈ രണ്ട് റുക്കൂഅും സാക്ഷാത് റുക്കൂഅുകളാണ്. ഹഖീഖിയായ റുക്കൂഅുകളാണ്. പലപ്പോഴും നമ്മളെ ചില ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്
ഇരുത്തക്കാരന്റെ റുക്കൂഴ് എന്ന് പറഞ്ഞാൽ അത് ഈമാനാണ് എന്ന് പറയാൻ ചില ആളുകൾക്ക് ലേഖനത്തിലൊക്കെ അത് പൂർണ്ണ റുക്കൂഴല്ല, അല്ലെങ്കിൽ അത് ആംഗ്യ റുക്കൂഴാണ് എന്ന് പറയാം. ശരിയല്ല. നൃത്തക്കാരന്റെ റുക്കൂഴിലുള്ള അഖല്ലും അക്മലും, ഇരുത്തക്കാരന്റെ റുക്കൂഴിലുള്ള അഖല്ലും അക്മലും ചുരുങ്ങിയതും പൂർണ്ണരൂപവും സാക്ഷാത് റുക്കൂഴുകൾ തന്നെയാണ്. അത് അതിലേക്കുള്ള ഒരു ആംഗ്യം അല്ല. ആംഗ്യം അല്ല. ഇനി എഴുത്തിദാരാണ്. അപ്പൊ റുക്കൂഴിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്ക് അറിഞ്ഞാൽ പോരാ, അത് അതിന്റെ മട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ കൃത്യം പാലിക്കുക എന്നുള്ളത് ഉസ്താദുമാരുടെ ബാധ്യതയാണ്. ഹിന്ദുഭാവം ഇതിങ്ങനെ തൊള്ളത്തിൽ വെച്ച് പറയാനുള്ളതല്ല. അതിശയോക്തിയും ഭാവനാവിലാസങ്ങളും എന്തെങ്കിലും പാടില്ല. ഹിന്ദുഭാവുമ്പോ അത് നിയമത്തിന്റെ ഭാഷയിൽ സംസാരിക്കും. കറക്റ്റായിരിക്കും അതിന്റെ വാക്കുകൾ. ഇനി അടുത്തത് എഴുത്തിദാരാണ്. എഴുത്തിദാരാണ് എന്തിൽ നിന്നാണോ റുക്കൂഴിലേക്ക് പോയത് അവിടേക്ക് തന്നെ തിരിച്ചു വരിക. അല്ലെ പത്തൊമ്പതിൽ അങ്ങനെ പറഞ്ഞത് ഈ യഊദ ലിമാ കാന അലൈഹി ഖബല റുക്കൂഇഹി ഖായിമൻ കാന ഔ ഖായിദ. നിന്നുകൊണ്ടാണോ റുക്കൂഴിലേക്ക് ഇരുത്തത്തിലേക്ക് മടങ്ങുക, ഇരുന്നുകൊണ്ടുള്ള റുക്കൂആണെങ്കിൽ ഇരുത്തത്തിലേക്ക് മടങ്ങുക. ഇവിടെ ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കപ്പെടും അന്നമൂലം നിൽക്കാൻ കഴിവുള്ളതോടൊപ്പം തന്നെ ഇരുത്ത് നിസ്കരിക്കാറോ സുന്നത്ത്. അപ്പൊ നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അവൻ ഇരുത്തത്തിൽ റുക്കൂഴിലേക്ക് പോയാൽ അവൻ ഇരുത്തത്തിലാണ് റുക്കൂഴ് ചെയ്യാൻ വേണ്ടി അവൻ എഴുന്നേറ്റിട്ട് റുക്കൂൾക്ക് പോയി. എഴുന്നേറ്റിട്ട് പിന്നെ നൃത്തത്തിൽ നിന്നുള്ള റുക്കൂഴ് ഫാത്തിഹ ഇരുന്ന് നിസ്കരിച്ചു. ഫാത്തിഹ യുദ്ധത്തിലായിരുന്നു, സൂറത്തും യുദ്ധത്തിലായിരുന്നു. പിന്നെ അവൻ എഴുന്നേറ്റു. എന്നിട്ട് നൃത്തത്തിൽ നിന്ന് റുക്കൂഴിലേക്ക് പോയി. ഇനി എങ്ങനെ എഴുതാനിക്കേണ്ടത്? ഇനി എഴുതാനിപ്പോ നൃത്തത്തിലേക്ക് വരണം. അല്ലാതെ റുക്കൂഴിൽ നേരെ ഇരുന്നാ പോരാ, ഇതെല്ലാം പൊങ്ങിയാ പോരാ. നിന്നുകൊണ്ട് റുക്കൂഴ് ചെയ്താൽ പിന്നെ എഴുതാനിക്ക് ഒരുക്കൊണ്ട് നിൽക്കണം. അല്ലാതെ കൂടുന്നത് യുദ്ധത്തിലേക്ക് പോകാൻ പറ്റില്ല. റുക്കൂഴിന് മുമ്പ് അവൻ നിന്നുകൊണ്ടല്ലേ. അപ്പൊ നൃത്തത്തിലേക്ക് തന്നെ മടങ്ങാം. അപ്പോഴേ അത് എഴുതികാലാകുള്ളൂ. ഈ വിവാദത്തിൽ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി ഇറാൻ താലിബിയിൽ രേഖപ്പെടുത്തുന്നു. അതാണ് എഴുത്തുകാരുമായി ബന്ധപ്പെട്ട അവസരം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സുജൂദ്, 2 തവണയുള്ള സുജൂദ്, അതിലുള്ള അർത്ഥത്തിലുള്ള അർത്ഥവും അതും നൃത്തത്തിൽ നിന്ന് എഴുത്തിദാര് എന്നുള്ളത് നൃത്തമാണ്. നമസ്കാരക്കാരന്റെ എഴുത്തിദാര് നിർബന്ധമായും ഇരിക്കേണ്ടതാണ്. അപ്പൊ അവൻ നൃത്തത്തിൽ നിന്ന് സുജൂദിലേക്ക് പോകണം. അതിന്റെ ഇടയിൽ അവൻ ഇരുന്നാലോ, ഒരു ഇസ്തിറാഹത്തിന്റെ യുദ്ധം പോലത്തെ യുദ്ധം ഇരുന്നാലും എന്താ അതിന്റെ അവസരം? അതിന്റെ അവസരം ഈ വാർത്ത വായിക്കാം. ഒരാള് സുജൂദിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കസേരമലോ അല്ലെങ്കിൽ നിലത്തോ ഇരുന്നാൽ ആ ഇരുത്തത്തിന്റെ അവസ്ഥ എന്താണ്? 2-ാം വാല്യം 151-ാമത്തെ പേരിൽ പറയാം. 2-ാം വാല്യം 151-ാമത്തെ പേരിൽ പറയാം. നഅം, പക്ഷേ സുജൂദിലേക്ക് പോകുമ്പോ മനഃപൂർവ്വം അവിടെ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അധികം അത്തഹിയ്യാത്തിന്റെ അതിനേക്കാൾ അല്ല ഇടയുള്ള യുദ്ധത്തിന്റെ അളവിനേക്കാൾ വർദ്ധിക്കാത്ത വിധം അവിടെ യുദ്ധം നടത്തുക എന്നുള്ളതിന് കുഴപ്പമില്ല. സുന്ദരത്തായ രൂപം നഷ്ടപ്പെട്ടെങ്കിലും സിഹത്തിന് അത് ബാധിക്കുകയില്ല. എന്താണ് 2 സുജൂദിന്റെ യുദ്ധം എത്ര വരെ ആവാം? അത്തഹിയ്യാത്തിന്റെ കഥയിൽ കൂടാൻ പാടില്ല. التحيات المباركات الصلوات الطيبات لله. السلام عليك ايها النبي ورحمه الله وبركاته. السلام علينا وعلى عباد الله الصالحين. صلى الله عليه وسلم. അതിനപ്പുറം കൂടിയാൽ അതിന്റെ ആവർത്തനങ്ങളിൽ സുജൂദിലേക്ക് പോകാതെ നമുക്ക്. അപ്പൊ ഇത്രയും സമയത്തിലധികം ഇരിക്കാത്ത വിധം അവിടെ മനഃപൂർവ്വം ഇരുന്നാൽ
സാധാരണ കർണാടകത്തിലേക്ക് ഇസ്ലാഹത്തിന് എടുത്തിരിക്കുമല്ലോ, അതുപോലെ ഇതിലേക്ക് പോകുമ്പോൾ ഒരു യുദ്ധം അവിടെ പാസ്സാക്കിയാൽ സുജൂദിലേക്ക് കുനിയുന്നതിന്റെ ശേഷവും സുജൂദിന്റെ മുമ്പുമായി ഒരു യുദ്ധം നടത്തിയാൽ അപ്പൊ എഴുതാനിന്ന് നമ്മൾ നേരത്തെ റുക്കുവിന്റെ കൂട്ടം പോലെയല്ല. റുക്കു എന്ന് പറഞ്ഞാൽ നൃത്തത്തിൽ യുദ്ധം നടത്തിയിട്ട് റുക്കു നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുജൂദാകുമ്പോ എഴുതാനിന്ന് നേരെ സുജൂദിലേക്കാണ് പോവേണ്ടത്. ആദ്യം കുത്തുകാര് വെക്കുക, പിന്നെ രണ്ട് കൈകൾ വെക്കുക, പിന്നെ രക്തവും ഒപ്പം വെക്കുക, ഇതൊക്കെയാണ് എന്റെ രീതി. അതിന് മുമ്പായിട്ട് ഒരു യുദ്ധം നടത്തിയാൽ നമ്മൾ കസേരസ്കാരവുമായി ബന്ധപ്പെട്ട വിഭാഗത്താണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാം പോലെ 151 പേജിലാണ് ആ വിഭാഗത്തുള്ളത്. അത് നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പൊ അങ്ങനെയുള്ള രണ്ട് സുജൂദ്, അസുജൂദ് മഹത്തേരി അകല്ലുഹു അക്സറും, രണ്ട് വട്ടമുള്ള സുജൂദ്, അതിന് അകല്ലുമുണ്ട് അക്സറുമുണ്ട്. എന്താണ്? സുജൂദിലുമുണ്ട് അകല്ലും അക്സറും, സുജൂദിലുമുണ്ട് അകല്ലും അക്സറും എന്ന് വെച്ചാൽ അകല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്താവയവങ്ങൾ നിലത്തിൽ വന്നിരിക്കുക, നെറ്റിയിൽ ഭാരം കൊടുക്കുകയും ചെയ്യുക. ഊരയുടെ ഭാഗം തല, ചുമൽ, ഇരു കൈകൾ എന്നിവയേക്കാൾ ഉയർത്തി നിൽക്കുക. തവള കടന്നവയേക്കാൾ തവള കടന്നവയേക്കാൾ സുഖം ഊര കൊണ്ടിരിക്കണം. അപ്പൊ നമ്മളിപ്പോ സുജൂദ് ചെയ്യുമ്പോ ആ ഇവർക്ക് ഒന്നാമത്തെ സ്റ്റെപ്പുകളാണ് സുജൂദ് ചെയ്യുന്നതെങ്കിലോ അപ്പൊ അവന്റെ തലയും അവന്റെ ഊരയും സമാസമമാണോ അതോ ഊര പൊന്തിയിട്ടുണ്ടോ? രണ്ട് കൈകൊണ്ടുകളേക്കാളും കൈകൾ പിന്നെ അതായത് ശരീരത്തിന്റെ മേൽഭാഗമായിട്ടാണ് കൂട്ടുക. ശരീരത്തിന്റെ മേൽഭാഗമായി എണ്ണപ്പെടുന്ന തല, ചുമല്, രണ്ടു കൈകൾ എന്നിവയേക്കാൾ, കൈകൾ പറയുന്ന കൈന്റെ മുട്ട് സുജൂദിനെ പൊന്തിച്ചാൽ നിൽക്കുക, ആ കൈമുട്ടുകളേക്കാളും അവന്റെ ഊര എന്തായിരിക്കണം? പൊന്തി വരണം. ആ ശൈലിനെ സംബന്ധിച്ച അതോടൊരു സത്താവയവങ്ങൾ നിലത്തും പതിപ്പിക്കുകയും വേണം. ഇതാണ് അതിന്റെ ചെറിയ രൂപം. അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സുജൂദിന്റെ ചെറിയ രൂപവും പൂർണ്ണ രൂപം തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. അതായത് സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലുക, കൈകൾ ഉയർത്തണ്ട, ആദ്യം കാൽമുട്ടുകൾ വെക്കുക, പിന്നെ രണ്ട് കൈകൾ വെക്കുക, പിന്നെ അവന്റെ രക്തവും മൂക്കും വയ്ക്കുക, എന്നിട്ട് സുബ്ഹാനല്ലാഹിൽ അഅ്ലാഹു ചൊല്ലുക. വലിയ വ്യത്യാസമൊന്നുമില്ല. മിൻഹാജുൽ ഇമാം നവവി തങ്ങൾ എന്ന് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇതാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. ഈ സുജൂദിന്റെ ഇടയിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നത്. അൽ-ഖുറൂദ് ബൈനഹുമാ വൽ-തശഹ്ഹുദ് വസ്സലാം, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള യുദ്ധവും അത്തഹിയ്യാത്ത് സലാത്തിന് വേണ്ടിയുള്ള യുദ്ധവും എന്താണ്? ഒരാൾ സുജൂദിനെ ചെയ്യാം. സാധാരണ നമ്മളിങ്ങനെ അതേ പടി നമ്മൾ കാലിന്റെ കാൽപാദം വെച്ച അതേ വിധാനം, അതേ പരപ്പിൽ തന്നെയാണ് കൈകളും വരുന്നത്. അതേ പരപ്പിൽ അതേ പിന്നെ നെറ്റിലാണ് നമ്മുടെ നെറ്റിത്തളം വരുന്നത്. അല്ലാതെ നമ്മൾ കൈ നമ്മൾ നെറ്റിത്തളം സ്റ്റെപ്പുമ്പോൾ വെച്ചു ഒരു 5 സെന്റിമീറ്റർ ഉയരത്തിൽ വെച്ചു. അതേപോലെ കൈകൾ ഇതുപോലെ വെച്ചു. എന്റെ കാലം മതി കാലം കൈ ഞാൻ ഇതുപോലെ വെച്ചത്, അപ്പൊ കൈ കുറച്ച് പൊട്ടി എന്നതുപോലെ ഒരാള് ഇടയിലെ യുദ്ധം സമയത്ത് ആ സ്റ്റെപ്പുകൾ അങ്ങട്ട നിസ്കരിക്കുന്നത് വിചാരിക്കാം, നിരത്തിയിരിക്കാത്ത സ്റ്റെപ്പുകൾ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പുകൾ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ, അല്ലെങ്കിൽ ആ കസേരകളിൽ നാം അത് ഇരുത്താവോ? ഈ ഭാഗത്ത് വായിക്കാം. രണ്ട് അത്തഹിയ്യാത്തിലാവട്ടെ അല്ലാത്തിടത്താവട്ടെ, അല്ലാത്തിടം രണ്ടാം റക്അത്തിലേക്കും നാലാം റക്അത്തിലേക്കും എഴുന്നേൽക്കുമ്പോഴുള്ള ഇസ്തിറാഹത്തിന്റെ യുദ്ധം പോലെ, ഈ സുജൂദുകൾക്കിടയിലുള്ള യുദ്ധം പോലെ
ഇമാമിനോട് പുറത്ത് വന്ന മസ്ബൂത്ത് ഇമാം അത്തയ്യാത്തിലാകുമ്പോ ഇരിക്കണമല്ലോ. അത്തരത്തിലുള്ള യുദ്ധം പോലെ അത് എങ്ങനെ ഇരുന്നാലും ചന്തിന്റെ ശരീരഭാരം കൊടുക്കുന്നതാണ് യുദ്ധം. ചന്തിന്റെ ശരീരഭാരം കൊടുക്കുന്ന പല പോലെ ഈ കൂട്ടത്തിൽ തന്നെ പലജാതി യുദ്ധങ്ങളുണ്ട്. ചമർപ്പടി യുദ്ധം, കാൽമുട്ടിക്കുള്ള യുദ്ധം, പിന്നെ ഭക്ഷണ പോലത്തെ യുദ്ധം, പല യുദ്ധം അല്ലെ. മുസ്ലിങ്ങളുടെ സംസ്കാരമാണ് നേരത്തെ യുദ്ധം. മറ്റുള്ള ഈ ഭാഗത്ത് ഈ യുദ്ധം സാധിക്കില്ല. നമുക്ക് മണിക്കൂറുകളോളം നിൽക്കാനില്ല. പക്ഷെ 5 പോലും നിൽക്കാൻ കഴിയാത്ത ആളുകളാണ് സമൂഹത്തിൽ ഭൂരിപക്ഷം. നമ്മുടെ ഐഡന്റിറ്റിയാണ് യഥാർത്ഥ യുദ്ധം എന്ന് പറയുന്നത്. നമ്മള് ഈ കസേര യുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തിൽ നമ്മള് വളരെ അടിയന്തര അത്യാസന്ന സാഹചര്യത്തിൽ ചെയ്യേണ്ടുന്ന ഒന്നായിട്ടാണ് സാംസ്കാരികമായിട്ടുള്ളത് മനസ്സിലാക്കുന്നത്. നിയമത്തിന്റെ ഭാഷയിലല്ല സംസാരിക്കുന്നത്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ സംസ്കാരം എന്ന് പറയുമ്പോൾ നിയമിക്കണമെന്നില്ല. നമുക്ക് വായനര പിന്നെ അടുപ്പത്ത് വാട്ടിയിട്ട് തുള്ളിട്ടാലും മതി. ഈ കാട്ടുമനുഷ്യന്മാര് നടക്കുന്നത് പോലെ വായനയും തേക്കിത്തരൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ മനസ്സിലാക്കി സംസ്കാരം ചെയ്യും. പക്ഷെ നമ്മുടെ സംസ്കാരം അപ്പൊ ഫിഖിന്റെ ഭാഷയിൽ അത് ശരിയായാലും സംസ്കാരത്തിന്റെ ഭാഷയിൽ അത് ശരിയാവില്ല. അതബ് എന്നൊരു സംഭവമില്ല. അതബും ഫിഖും ചിലപ്പോ രണ്ടായിരിക്കും. അപ്പോ ഇവിടെ പറഞ്ഞ ഇബാദത്തും കാണുമ്പോൾ കൈഫ കണക ജാസ, എങ്ങനെ ഇരുന്നാലും ജാസ സ്വഹീഹ. ജാസ പറഞ്ഞ സ്വഹീഹാണ്. ജാസ ബിമഅന സഹഹ. എങ്കിലും ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ഇഫ്തിറാശിന്റെ യുക്തമാണ് സുന്നത്ത്. ഒടുവിലെ അത്തഹിയ്യാത്തിൽ തവക്കുലിന്റെ യുക്തമാണ് സുന്നത്ത്. തവക്കുലിന്റെ യുക്തം സമർപ്പണത്തിലെ യുക്തമല്ല. ഇത് നായുക്തം നമ്മുടെ യുക്തം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചന്തി നിരത്തി വെച്ചിട്ട് കാൽമുട്ടുകളെ പൊന്തിച്ചിട്ട് കാൽപാദത്തിന്റെ അടിഭാഗവും ചന്തിയും നിരത്തി വെക്കുക എന്ന് പറയുന്നത് യുക്തം. ആ യുക്തം 4 യുക്തമായിട്ട് യുക്താണ്. തോർത്തൊക്കെ എടുത്തിരിക്കുന്നെങ്കിൽ മറ്റാൾ കൊണ്ടല്ലേ ആ കോലത്തിലെ ആൺമാരെ കാണുമ്പോൾ സമയത്ത് ഈ കോലത്തിലേക്ക് ആയിരിക്കും. അപ്പൊ മറ്റാളെ കാണുന്നത് പോലും മനസ്സിലാവില്ല. യുദ്ധം യുദ്ധം മാത്രം കാട്ടിയാൽ മതി. അപ്പൊ അത് കാണാൻ വിരോധിച്ചതാണ്. പിന്നെ അതാണ് അതേസമയത്ത് വേറെ അതെ എന്ന് പറയുന്ന വേറെ ഇങ്ങനെ ഒരിക്കലും സുന്നത്താണ്. ഇഫ്തിറാശിന്റെ അവർക്ക് എത്തൂലെങ്കിലും ആ യുദ്ധം വിരോധിക്കപ്പെടില്ല. അതായത് അവിടെ എന്താണെന്ന് വെച്ചാല് നമ്മളെ ചന്തി നമ്മൾ പൊന്തിക്കാം. ചന്തി ഭൂമിയിൽ നിന്ന് പൊന്തിച്ചിട്ട് കാൽപാദത്തിന്റെ മടമ്പിന്റെ മുകളിലാണ് നമ്മൾ ഭാരം കൊണ്ടത്. അപ്പോൾ ശരീരത്തിന്റെ മിക്ക ഭാരവും ചന്തിയിലേക്ക് വരുന്ന രൂപത്തിൽ ആ ചന്തിയെ എഴുത്തിമാറി ചെയ്തുകൊണ്ടാണ് ആ യുദ്ധം സുന്നത്താണ്. അപ്പൊ ഇഫ്തിറാശിന്റെ യുദ്ധമോ ഈ പറഞ്ഞ രൂപത്തിലുള്ള യുദ്ധമോ ആണ് സുന്നത്തായത്. ഒന്നാമത്തെ അത്തഹിയ്യാത്തിലും ഇടയിലുള്ള യുദ്ധത്തിൽ ഒടുവിൽ അത്തഹിയ്യാത്തില് മറ്റേ യുദ്ധം എന്റെ തവക്കുലിന്റെ യുദ്ധമാണ് സുന്നത്തായത്. അവിടെ പറയാം ഇതിപ്പോ സാധാരണ ഇടയിലുള്ള യുദ്ധത്തിൽ അത്തഹിയ്യാത്തിലാണ് ഈ പറഞ്ഞത്. നിൽക്കാൻ കഴിവില്ലാത്ത ആൾക്കാരെ ഇരിക്കണം. എല്ലാവരും പറയുന്ന അവസ്ഥയാണ് നിൽക്കാൻ കഴിവില്ലാത്തവർ ഇരിക്കണം. നിൽക്കാൻ കഴിവില്ലാത്തവർ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടും പറയാറ് മിൻഹാജിൽ പറയാറ് അവരെങ്ങനെ ഉദ്ദേശിച്ച് ഏത് കോലത്തിലും എന്നാലും
ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കലാണ്. ഫാത്തിഹ ഓതുന്ന സമയത്ത് നിൽക്കാൻ കഴിവില്ലാത്തവൻ, സുന്നത്ത് നിസ്കാരത്തിലാവട്ടെ കഴിവില്ലാതെ ഇരിക്കുന്നവനാവട്ടെ, ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കലാണ് അഫ്ദലു തവറുഖിഹി വ തറബ്ബുഇഹി. തവറുഖിന്റെ ഇരുത്തത്തിനേക്കാളും ചമ്രപ്പടിന്റെ ഇരുത്തത്തിനേക്കാളും ശ്രേഷ്ഠമായത്. വയുഖ്റബുൽ ജുലൂസു മാദൻ രിജ്ലി. കാല് നീട്ടിയിട്ടുള്ള ഇരുത്തം നിസ്കാരത്തിലാണ്. അത് കാണാം. കാല് നീട്ടിയിട്ടുള്ള ഇരുത്തം കാണാം. അപ്പോ ഈ ഒരാൾ ഇരിക്കുമ്പോ കാല് നീട്ടുക, മടക്കാതെ നീട്ടുക. കാല് നീട്ടുക, യുദ്ധത്തിൽ കാല് മടക്കല് വരും. അപ്പൊ ഒരാള് ഒരു കാലം മടക്കിയിട്ട് മറ്റേ കാലം നീക്കിയിട്ടാ എനിക്ക് ഇരിക്കാലോ, അതേ കോലത്തിൽ ഇരിക്കാം. ഒരു കാലം മടക്കിയിട്ട് മറ്റേ കാലം നീക്കിയാൽ യുദ്ധം പല സൈസ് കിട്ടും. അതുപോലെ ഈ കസേര ഇരിക്കുമ്പോഴും ഈ കാല് വീട്ടിൽ വരുന്നുണ്ട്. കസേര ഇരിക്കുമ്പോൾ കാല് വീട്ടാൻ ഇങ്ങനെ കീപ്പെട്ടിക്കാൻ വീട്ടുന്നത് മാത്രം. അപ്പൊ ഒന്നൊരു കാലം നീട്ടിയിട്ടാണ് ഒരു കാലം മടക്കി മറ്റേ കാലം നീട്ടി. നമസ്കാരത്തിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അവരില്ലെങ്കിൽ പറഞ്ഞതോ കാണാം. നമസ്കാരം ചെയ്യണം. അപ്പൊ ആ രൂപം കസേരത്തിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ പള്ളികളിൽ നോക്കി കറാഹത്തായി പള്ളികളൊന്നും കസേരല്ലോ. അപ്പൊ കസേരകളുടെ യുദ്ധം എന്ന് പറയുന്നത് അത് ആവശ്യം ദൗർത്തില്ലെങ്കിൽ അത് മഹിയാണ്. നിസ്കാരം ശരിയാവില്ല, വിരോധിക്കപ്പെട്ടതാണ്. മാത്രം ആര് വീട്ടിക്കൊണ്ടുള്ള യുദ്ധം തരാം. നിസ്കാരത്തിനായി പറയുന്നുണ്ടോ? നിസ്കാരത്തെ പുറത്തല്ല. നായത്വം ഈ രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇഷ്ടം പോലെ തന്നെയാണ് എല്ലാ അവിടെ കൈഫശാ രണ്ടാം മോളിൽ 24-ാമത്തെ പേജാണ്. കൈഫശാ എന്ന് പറഞ്ഞിടത്ത് ശർവാനിയിൽ പറയുന്നു അവർ ഉദ്ദേശിച്ച ഏത് യുദ്ധമാവാം. യുദ്ധമാവട്ടെ, തമർത്തിന്റെ യുദ്ധമാവട്ടെ, കാല് നിൽക്കുന്ന യുദ്ധമാവട്ടെ, അതുപോലത്തെ ഏത് യുദ്ധമാവാം. ആ വൈരിതാരിക എന്നാണ് സർവമാന്തത്തിലുള്ളത് എന്ന്, നെഹ്വിദാരിക സ്ഥാനത്ത് വൈരിതാരിക എന്നാണുള്ളത് എന്ന് ഒരാൾ പറയുകയുണ്ടായി. ഞാൻ നോക്കിയിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് ഷെർവാനി വിശദീകരിച്ചുകൊണ്ട് 24-ാമത്തെ പേജിൽ പറയും. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ പറഞ്ഞെന്താണ്? സുന്നസ്കാരക്കാരന്റെ യുദ്ധം, ഫർദുസ്കാരക്കാരൻ നിൽക്കേണ്ട സമയത്ത് നിൽക്കാൻ കഴിയാത്തതിനാലുള്ള യുദ്ധം, അതുപോലെ തന്നെ അത്തഹിയാത്തി ഇടയിലുള്ള യുദ്ധം, ഇസ്തിറാഹത്ത് പോലത്തെ യുദ്ധം, ഇതിലൊക്കെ എങ്ങനെ ഇരുന്നാലും ശരിയാവുന്നതാണ്. ഈ അഫ്സലായ രൂപം ഇങ്ങനെയാണ്, കറാഹത്തായ രൂപം എന്ന് പറഞ്ഞു. കാല് നീട്ടൽ കറാഹത്താണ്, നായിത്വവും കറാഹത്താണ്. നമ്മള് കപ്പൂസിൽ ഇരിക്കുമ്പോൾ ഇരിപ്പല്ല, അത് കറാഹത്തില്ല. അപ്പോ ശരിക്ക് സന്ധി നേരത്തെ കണ്ടില്ല, ഈ യുദ്ധത്തിന്റെ രൂപം തന്നെയാണ്, കറാഹത്തില്ല. അതുമാവാം. അപ്പൊ ഇവിടെ യുദ്ധം എന്ന് പറഞ്ഞതിൽ ഈ കാല് നീട്ടുള്ള യുദ്ധത്തിന്റെ കൂടുതൽ കസേര യുദ്ധത്തെ ഞാൻ പറഞ്ഞു, അത് വെടൂരാന പച്ചരാളികൾ പറയും. കസേര യുദ്ധം എന്ന യുദ്ധം അത് യുദ്ധമല്ല. ഇതെന്താണ്? കസേര യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് യുദ്ധമാണ്, ഭൗതി യുദ്ധമാണ്. കാരണം അവരതിൽ പറഞ്ഞ ന്യായം കിതാബിന്റെ ഈ ഭാഗത്തോ ഭാഷാ ഗ്രന്ഥങ്ങളുടെ ഈ ഭാഗത്തൊന്നും അവർക്കില്ല. അവരിങ്ങനെ മനസ്സിലാക്കിയത് പറയാം. എവിടെയാണോ നമ്മളെ കാലുള്ളത് അവിടെ തന്നെ ആയിരിക്കും സന്ധ്യയും വരേണ്ടത്. അപ്പോഴാണ് യുദ്ധാക്കുക എന്നാണ് അവരുടെ ഒരു ന്യായം. ആ ന്യായത്തിന് ഒരൊറ്റ അവലംബവും ഇല്ല. എന്തുകൊണ്ട്? അത് പറയാം. ജലസ എന്ന് പറഞ്ഞാലും കാഴ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിലുള്ള പര്യായ ശബ്ദങ്ങളാണ്. പിന്നെ ചിലവർ എങ്ങനെ പറയാറുണ്ട്, നൃത്തത്തിൽ നിന്ന് ഇരിക്കുമ്പോഴാണ് കാഴ എന്ന് ഉപയോഗിക്കുക,
എഴുന്നേൽക്കുക. കിടന്നോടത്തുനിന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴാണ് ജലസ എന്ന് ഉപയോഗിക്കുക എന്ന വ്യത്യാസം ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതതിന്റെ അസുര അങ്ങനെയാണ്. പക്ഷെ ഇസ്തിമാൽ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ജലസ എവിടെ പറഞ്ഞാലും അതിനെപ്പറ്റി കഴകാന്ന് പറയാം, കഴക എവിടെ പറഞ്ഞാലും അതിനെപ്പറ്റിയൊക്കെ ജലസ എന്ന് പറയാം. ഇർഖാത്ത് 1-ാം വാല്യം 124-ാമത്തെ പേരിൽ പറയാം. ഇർഖാത്തിൽ തന്നെ പറയാണ് കാലം വ്യവമിയുകൾ മുതലാദിഫാനി واستعمال القعود مع القيام والجلوس مع الابتداء مناسبة لفظية ونحن نقول بالموجبه إن كان مذكورا ജലസ കഅദ ഒരൊറ്റ ഇബാദത്തിന് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് നൃത്തത്തിൽ നിന്ന് ഇരിക്കാം, കർത്തത്തിൽ നിന്ന് ഇരിക്കാം, രണ്ട് ഇരുത്തം തന്നെയാണെങ്കിലും രണ്ടിന്റെ വരവ് രണ്ട് പതനത്തിൽ നിന്നായ രൂപത്തിൽ വ്യത്യാസപ്പെടുത്തിക്കുക എന്നുള്ളത് ഒരേ സ്ഥലത്ത് രണ്ടും ഉപയോഗിക്കുന്നിടത്താണ്. അപ്പൊ അമ്മായില്ലാതെ ഇല്ല അഹദുഹുമാണ്. ഇനി കഅദ മാത്രം പറഞ്ഞു അല്ലെങ്കിൽ ജലസാദ് മാത്രം പറഞ്ഞാൽ ഫലത്തിൽ രണ്ട് കൂട്ടതായിരിക്കാം. അപ്പൊ നമ്മളങ്ങനെ പറയില്ല. അലാ തറ ഇലാ ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസ് നീ കണ്ടിട്ടില്ലേ? ജലസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിലേക്ക് ജലസ എന്ന് പറഞ്ഞാൽ കടന്നുകൊണ്ടിരുന്നു, വന്നുകൊണ്ടിരുന്നു എന്നല്ലേ? അപ്പൊ ഭാഷയുടെ അടിസ്ഥാന പ്രയോഗത്തിന് വിരുദ്ധമായിട്ടാണ് ഹദീസിൽ വന്നിരിക്കുന്നത് എന്ന് നീ കാണുന്നില്ലേ എന്ന് ഇമാം നബി തന്നെ ചോദിക്കാം. അപ്പൊ ചുരുക്കത്തിൽ ജലസ എന്ന് പറഞ്ഞാൽ മുതലാദിഫാനിയാണെന്ന് അറിയുന്ന വലിയ കാര്യമൊന്നുമില്ല. ഇനി ജലസ ജലസിന്റെ അസ്ലു മഅന എന്താണ്? ഐ യഖ്സിദ ബിമഖഅദിഹി ജൽസം മിനൽ അർദീന. മഖഅദ് ആണ് ചന്ദീന, മഖഅദ് അയ്യതിനെ പറ്റിയ ചന്ദിയാണ് കഅദന്റെ സ്ഥലം. കഅദന്റെ സ്ഥലം യുക്തം ശരീരത്തിൽ സംഭവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവന്റെ ചന്തിയാണ്. ആ ചന്തി കൊണ്ട് ജൽസം മിനൽ അർദി, ഭൂമിയിലേക്കുള്ള മരത്തിന്റെ കൊണ്ടുപോവാം. അപ്പൊ ഭൂമിയിൽ നിന്നുള്ള ഒരു ജൽസിനെ, ഒരു യുദ്ധത്തെ അവൻ ലക്ഷ്യമാക്കുകയാണ്. അപ്പൊ മഖഅദാണ് ചന്തിയെ അവലംബിച്ചു കൊണ്ടുള്ള ശരീരത്തിന് ഭാരം കൊടുക്കുന്ന സ്ഥിതിവിശേഷത്തെ സംബന്ധിച്ചാണ് യുദ്ധം എന്ന് പറയാം. അതായത് അടിയിൽ പിന്നെ എന്താണുള്ളത്? കസേരയാണോ, മരത്തിന്റെ മുട്ടിയാണോ, ഭൂമിയാണോ, മരക്കൊമ്പാണോ? അത് വിഷയം. മഖഅദ് ആരത്താവുക എന്ന് അത് സുബാധിയായിട്ട് ഭാഷാഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് മിസ്ബാഹുൽ മുനീർ, സയ്യൂദിയുടെ മിസ്ബാഹുൽ മുനീർ എന്നൊക്കെ വിശദീകരിച്ചതാണ്. അതേ സമയത്ത് മിസ്ബാഹുൽ മുനീർ പറയാം ജലസ ബൈന ശിഅബിഹ എന്ന് പറയാറുണ്ട്. പെണ്ണിന്റെ 4 ശിഅബുകൾക്കിടയിൽ അവൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു ആനക്കാരിക്ക് പ്രയോഗമാണ്, സാക്ഷാൽ യുദ്ധമല്ല. കാരണം അവിടെ അവരുടെ 2 കൈയും അവരുടെ 2 കാൽമുട്ടും 4 അവയവങ്ങൾക്ക് മേലാണ് അവരുടെ ശരീരഭാരം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ലേ? ഏതാണ് വിഷയം മനസ്സിലാക്കുന്നത്? ആ സന്ദർഭത്തിൽ പുരുഷൻ അവന്റെ 4 അവയവത്തിന്റെ ശരീരത്തിന്റെ ഭാരം കൊടുക്കുന്നത് കൊണ്ട് അത് യഥാർത്ഥത്തിൽ യുദ്ധമല്ലാത്ത ഭാഷാപ്രയോഗം മാത്രമാണ് എന്ന് പറയും. അതൊക്കെ ഇമാർക്ക് പിന്നെ ഫയ്യൂമി അവിടുത്തെ മിസ്ബാഹുൽ മുനീർ വിശദീകരിച്ചതാണ്. ഈ പള്ളിയിൽ തഹിയ്യത്ത് നിസ്കാരത്തിന് മസാല പറയുന്നത് എന്താ പറഞ്ഞത്? തഹിയ്യത്തുൽ മസ്ജിദി റകഅതാനി ഖബലൽ ജുലൂസി. പള്ളിയിൽ വന്ന 2 റകഅത്ത് തഹിയ്യത്തുൽ മസ്ജിദ് ഖബലൽ ജുലൂസി, ഇരുന്നാണ് പ്രശ്നം. ആ യുദ്ധം പറഞ്ഞാൽ ഏതാ? നെൽത്തന്നെ ഇരിക്കണം കേട്ടോ, ഇബ്രാഹിം ഇരുന്നാലും പ്രശ്നമാണ്. فلا يجلس حتى يصلي ركعتين من حديث الله ويندب التعمد قائما. തലീകെട്ടുമ്പോൾ നിന്ന് തലീകെട്ടിൽ സുന്നത്താണ്. തസവ്വുഹ് ജാലിസൻ, പാന്റ് പോലത്തെ സാധനങ്ങൾ ധരിക്കുമ്പോ ഇരിക്കലും സുന്നത്താണ്. ആ യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ ഇരുന്നോന്നില്ല, ഈ കസേരയിൽ ഇരുന്നാലും യുക്തഹുൽ അക്ലു മുത്തഖിഅൻ. അതുപോലെ തന്നെ ലാ ഖായിമൻ വശുർബു ഖായിമൻ ഖിലാഫുൽ ഔലാ. നിന്ന് കുടിക്കലും നിന്ന് വെള്ളം കുടിക്കലൊക്കെ ഖിലാഫുൽ ഔലയാണ്, ഇരുന്നാണ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ പറയാറ്. ആ യുദ്ധത്തിൽ നിലത്തുള്ള യുദ്ധം മാത്രമല്ല, കസേരത്തിൽ പലതരത്തില്ല. ഈ ഖുതുബോടുമ്പോഴോ ഖതീബിന് കഴിവുണ്ടെങ്കിൽ 2 ഖുതുബയിൽ ഇരിക്കണം. ഒരു ജുലൂസ് ബൈനഹുമാ, 2 ഖുതുബയിൽ ഇരിക്കണം. അത്
മിമ്പറിലാവുന്നത് അവിടെ ഇരിക്കുക. നിലത്ത് ഇവർക്ക് കുത്തുപോകുകയാണെങ്കിലോ മിമ്പറില്ലാത്തൊരു പള്ളിയാണ് വിചാരിക്കുക. മിമ്പർ വേണമെന്നില്ലല്ലോ, മിമ്പർ സുന്നത്താണ്. മിമ്പറില്ലാത്തൊരു പള്ളിയിലോ മറ്റൊരു സ്ഥലത്തോ കുത്തുകൾ നിർവഹിക്കുമ്പോ രണ്ട് കുത്തുകാരുടെ ഇരിക്കുന്ന അങ്ങനെ ഇരിക്കുക. അപ്പൊ ആ ഇരുത്തം പറഞ്ഞ് എത്തുപ്പെട്ടു. ഒരാൾക്ക് നിൽക്കാൻ സാധിക്കാത്ത ഹത്തീമാണെങ്കിലോ വേറൊരാൾ പകരം നിർത്താൻ നല്ലത്. ഇനി വലോ ഹത്തവ കായികൻ കുത്തുപോകുകയാണെങ്കിൽ ജായിസാണ്. നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവില്ലാത്ത ആൾ നിൽക്കണം എന്നാണ് പറഞ്ഞത്. കാരണം കുത്തുകയിൽ നിൽക്കാൻ കഴിവില്ലാത്ത ആള് ഇരിക്കണം. ആ ഇരുത്തവിടെ അപ്പൊ യുദ്ധത്തിൽ കസേരക്കം പറയുമ്പോൾ ഒടുവിലായിട്ടുള്ള വാദം വിരുദ്ധമാണ്. അതുപോലെ തന്നെ യാത്രക്കാരൻ നിസ്കാരത്തെ പറ്റി പറയുന്നത് യാത്രക്കാരൻ നിസ്കാരത്തെ പറ്റി പറയുന്നത് യാത്രക്കാരന്റെ നിസ്കാരം. യാത്രക്കാരൻ യാത്ര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യാത്ര പോലെയല്ല. ഇന്ന് വാഹനങ്ങൾ ആധുനിക എല്ലാ സൗകര്യങ്ങൾക്കും തീരുമാനത്തിന് നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പഴയ കാലത്തുള്ള വാഹനം എന്ന് പറയുന്നത് കഴുത, ഒട്ടകം, കുതിര, മൃഗങ്ങളായി. അപ്പൊ മൃഗങ്ങളെ പുറത്തുള്ള നിസ്കാരത്തെ സംബന്ധിച്ചാണ് പ്രത്യക്ഷത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ മയ്യിത്ത് നിസ്കാരം മൃഗത്തിന്റെ പുറത്ത് പറ്റുള്ളൂ. മയ്യിത്ത് നിസ്കാരം മൃഗത്തിന്റെ പുറത്ത് പറ്റൂല. അത് രണ്ട് കാരണമാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം മയ്യിത്ത് നിസ്കാരം മൃഗത്തിന്റെ പുറത്ത് നിർവഹിച്ചാൽ മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം തന്നെ മാറ്റി പോകും. കാരണം മൃഗത്തിന്റെ പുറത്ത് ഇരുന്നാണല്ലോ നിസ്കരിക്കാൻ. കൈതപ്പുറത്ത് ഒട്ടപ്പുറത്ത് വൃത്തി യാത്ര ചെയ്യില്ലല്ലോ, ഇരിക്കേണ്ടി വരും. ഇരുന്ന് മയ്യിത്ത് നിസ്കാരം ഒന്നും പരിപാടി ഇല്ലല്ലോ. ഒരു കാരണം പറഞ്ഞത് വേറെ കാരണം പറയുന്ന കാരണത്തിൽ പമ്പ് നിസ്കാരമാണ്. അപ്പോ പമ്പ് പിന്നെ പമ്പ് നിസ്കാരം വാഹനത്തിൽ പറ്റില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ വേറെ പറയുന്നു. അപ്പോ അതുപോലെ തന്നെ അത് ഈ ഭാഗത്തുള്ളത് അമീറ അൽ മഹല്ലി ഇതൊക്കെ ഈ ഭാഗത്ത് ഇരുന്ന് വാങ്ങുകൾക്ക് കറാഹത്താണ്. ഇരുന്ന് വാങ്ങുകൾക്ക് കറാഹത്താണ്. വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വാങ്ങുകൾക്ക് കറാഹത്താണ്. എന്താ കാരണം? ഈ ഭാഗത്ത് വിശ്വൽക്കരിയുടെ ഈ ഭാഗത്താണ് സർവ്വബാഹുവിൽ 1:155 കാണാം. ബാഹുവിന്റെ വ്യാഖ്യാനമായ വിശ്വൽക്കരിയിൽ 1:61 കാണാം. ഇരുന്ന് വാങ്ങുകൾക്ക് കറാഹത്താണ്. വാഹനപ്പുറത്ത് വാങ്ങുകൾക്ക് കറാഹത്താണ്. എന്താ കാരണം? സുന്നത്തായ വാഹനപ്പുറത്ത് ഇരുന്നിട്ട് വാഹനപ്പുറത്ത് യാത്ര പറയും. അതുകൊണ്ടാണ് വാഹനപ്പുറത്ത് പിന്നെ വാങ്ങുകൾക്ക് കറാഹത്താണ് പറയുന്നത്. ഇല്ല മുസാഫിർ റാകിബ. പക്ഷേ മുസാഫിറാണെങ്കിൽ വാഹനപ്പുറത്ത് യാത്ര വാങ്ങുത്തോട്ടെ. കാരണം അവർ കറാഹത്തില്ല. ആരത്തുണ്ടായിരുന്നു. അപ്പൊ വാഹനപ്പുറത്ത് ഇരുന്നിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ള ഈ കാല് തൂക്കിയിട്ട് വാഹനപ്പുറത്താവുമ്പോൾ ഒന്നിനെങ്കിൽ ഒട്ടക കട്ടിലിന് കസേരയിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ രണ്ട് കാലം കുതിരപ്പുറത്തേക്ക് ഇരിക്കുന്ന രണ്ട് കാലം തൂക്കിയിട്ടിട്ട് ചന്തി അവിടെ വെച്ചാൽ നിലത്തേക്ക് തൂക്കിയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു നിസ്കാരത്തെ പറ്റി അവർ സംസാരിച്ചിട്ടുണ്ട്. അവിടെ തൊഴിൽ പറയാൻ ഇമാം സാധാരണ പോലെ ഇമാമത്തുണ്ട്. ഒരാൾ വാഹനപ്പുറത്ത് മൗമൂമുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവർ? അപ്പൊ ഇമാമിനേക്കാൾ മൗമൂമ് മുന്തിയാൽ നിസ്കാരം മാത്രമാകും. സമമായാൽ ജമാഅത്തിന്റെ കൂലി പിന്തിയാൽ 27 കൂലി. ഇങ്ങനെയാണ് അവസ്ഥ. അപ്പൊ വാഹനപ്പുറത്ത് തുടരുന്ന മഖ്മൂം ഇമാമിനോട് എങ്ങനെയാണ് കിട്ടേണ്ടത്? അത് ഇമാമിന്റെ കാലിന്റെ മണത്തിനേക്കാൾ വാഹനപ്പുറത്ത് ഇരിക്കുന്നവന്റെ ചന്തി ബിന്ദുക. കാൽപാദം ബിന്ദുക എന്നല്ല, ചന്തി ബിന്ദുക. അപ്പൊ ചന്തി ബിന്ദുക എന്ന് പ്രതി പറയും.
അപ്പോ അവിടെ ചന്തിപ്പൻ ഇരുന്നു കൊണ്ടുള്ള നിസ്കാരത്തെ ഇതിനകങ്ങൾ ചർച്ച ചെയ്തു. ചന്തിപ്പൻ ഇരുന്നിട്ട് ഭൂമിയുടെ മുകളിലുള്ള ഒരു സാധനത്തിന്റെ ചന്തി വെച്ചിട്ട് കാല് നോക്കിയിട്ടുള്ള നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം ഫുഖഹാവ് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഫുഖഹാവ് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അൽ-ഹാമിൽ കബീർ 4,184 പേജിലും അതുപോലെ തന്നെ ലൈലിമാം ശറഹുൽ മുഹദ്ദിസിലുള്ള ഒരു മസല പറയും. എന്താ മസല? തവാഫ് ചെയ്യുന്നതിന് ശേഷമുള്ള തവാഫിനെ പ്രകാശിക്കുന്നത് തവാഫ് കഴിഞ്ഞാൽ നിസ്കാരം സുന്നത്താണല്ലോ. ആ സുന്നത്ത് നിസ്കാരത്തിൽ അത് സുന്നത്ത് നിസ്കാരമാണെന്ന് നിസ്കരിച്ചാലും മതി. എന്നാൽ അതിനെ പറ്റി പറയാം. ആ തവാഫിന്റെ ശേഷം സുന്നത്ത് നിസ്കാരം സുന്നത്താണെന്ന് വാജിബല്ല വേണ്ടത്. അത് വാജിബാണ് എന്നൊരു അഭിപ്രായം. വാജിബാണെന്ന് അഭിപ്രായമുള്ള സ്ഥിതിക്ക് ആ അഭിപ്രായ പ്രകാരം അവർ ചെയ്യുമ്പോൾ നിൽക്കാൻ കഴിവുള്ളവൻ ഇന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അത് പറ്റും. കാരണം ഒരു വിഭാഗം പറഞ്ഞ ഒരു വിഭാഗം പറഞ്ഞ അത് പറ്റൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വാഹനപ്പുറത്ത് തവാഫ് ചെയ്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി വാഹനത്തിൽ ഇറങ്ങിയാലോ. അപ്പൊ ഇന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വാഹനപ്പുറത്ത് ഇന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ. എന്തിനാണ് ഇറങ്ങേണ്ടി വന്നത്? അപ്പൊ വാഹനപ്പുറത്ത് ഇന്ന് നിസ്കരിക്കാം. വാഹനപ്പുറത്ത് ഇന്ന് നിസ്കരിക്കണ രൂപം ഫുഖഹാവ് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താ ഈ വാഹനപ്പുറത്തുള്ള ഇരുത്തെന്ന് പറഞ്ഞാല് കാലം നോക്കിയിട്ടുള്ള ഇരുത്താണ്. അല്ലാതെ നമ്മൾ യാത്രയാത്രി തവർക്കിനിരുന്നു കൈലപ്പുറത്ത് ഇരിക്കാൻ കഴിയും. അപ്പൊ കാല് തൂക്കിയിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞ രൂപം തീരെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ പറയാൻ കാരണം ഒരുപാട് ആളുകൾ പുസ്തകരചന നടത്തിയവരും അല്ലാത്തവരുമായ ആളുകൾ ഈ വിഷയത്തിൽ തെറ്റു പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയാണ്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടന്നു. വിഷയത്തിന്റെ അജിസിന്റെ മസലകളിലേക്ക് പോകാൻ ശ്രദ്ധിക്കണം. ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്നെങ്കിൽ ഇരിക്കാൻ പറഞ്ഞു. എന്താണ് ഈ അശക്തത എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കാൻ. നിന്ന് നിസ്കരിക്കുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെടും. കാരണം അതിയായ അസഹനീയമായ പ്രയാസമല്ല. അശക്തത്വം ദ്വാരത്തും അശക്തത്വം ശരീരത്തിൽ രണ്ടാം വോള്യം 23 കോഴ്സറിക്കും രണ്ടാം വോള്യം 23 പേജിൽ പറയാം. എന്താണ് അജിസ്? അൽ അജിസു മാ ഹുവ മശഖത്തുൻ ശദീദ മശഖത്തുൻ ളാഹിറ. സാമ്പത്തികത മനസ്സിലാവും. ചെന്നൈക്ക് നിൽക്കാമില്ല. അത് ളാഹിറായ മശഖത്ത്, കഠിനമായ പ്രയാസം. ബിഹൈസു യദ്ഹബ് ബിഹാ ഖുശൂഉഹു. അവന്റെ ഖുശൂഅ് ഭക്തി നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള വളരെ പ്രത്യക്ഷമായ പ്രയാസത്തെ സംബന്ധിച്ചാണ്. ഏതുപോലെ അതിൽ ഉദാഹരണം അപ്പൊ തീരെ കഴിയാതിരിക്കാന്നല്ല റാഫിമ പറയുന്നത്. തീരെ സാധിക്കാതിരിക്കുക എന്ന അർത്ഥത്തിനല്ല. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഹലാക്ക് ഉണ്ടാവും, കേടുപാടുകൾ ഉണ്ടാവുന്ന പേടിയുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂട്ടിപ്പോകുമെന്ന് ഭയപ്പെടുന്നു, അല്ലെങ്കിൽ എല്ലാ അസുഖം കൂടും എന്നുള്ള ഭയപ്പെടുന്നു, അല്ലെങ്കിൽ കഠിനമായ പ്രയാസം ബന്ധപ്പെടുമെന്ന്, അല്ലെങ്കിൽ തലകറക്കം നിനക്കുള്ള പ്രയാസങ്ങൾ കൊണ്ടൊക്കെ അശക്തത വരും. ചില ആളുകൾക്ക് തലകറങ്ങും, ചില ആളുകൾ മുട്ടുകളെ പറിച്ചിട്ട് പ്രയാസങ്ങൾ, ചില ആളുകൾ എന്തെങ്കിലും ഇടിപ്പിക്കോ മറ്റോ അസുഖം കൂടും. പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ വ്യക്തിയിലേക്ക് ചേർക്കുമ്പോൾ മനസ്സിലാവുന്ന സാമാന്യമായി പറയുന്ന വിഷയങ്ങളല്ല. അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ പറ്റൂല, നിന്നാൽ എല്ല് പൊട്ടും,
എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നിന്നാൽ എല്ല് വളയും, അല്ലെങ്കിൽ പിൽക്കാലത്ത് 19 വട്ടം കഴിയുമ്പോൾ നിങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കൊള്ളോ പറയാം. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഉണ്ട്. ആ സമയത്ത് അവർക്ക് ഇരുന്ന് നിസ്കരിക്കാം എന്നാ പറയുന്നത്. ഇരുന്ന് നിസ്കരിക്കാം. ഇനി ഇരിക്കാൻ കഴിയാത്ത ആളുകളോ അവർ ചെരിഞ്ഞ് കണ്ട് നിസ്കരിക്കട്ടെ. ചെരിഞ്ഞ് കണ്ട് കഴിയാത്ത ആളുകൾ മലർന്ന് നിസ്കരിക്കട്ടെ. മലർന്നിട്ട് കഴിയാത്ത ആളുകൾ കൺപോളകൾ കൊണ്ട് നിസ്കരിച്ചാൽ കണ്ട് ബുദ്ധിമുട്ടിക്കുക. അതിനെ കൈകൊണ്ട് നിസ്കരിക്കേണ്ടി വരും. അപ്പൊ കിടന്ന് നിസ്കരിക്കുന്ന വിഷയം നമ്മൾ സംസാരിക്കുന്നില്ല. ഇവിടെ കസേര ഇന്നത്തെ കസേര പറ്റുമല്ലോ എന്നുള്ള വിഷയം മാത്രമാണ്. കിടക്കുമ്പോ ഏതൊക്കെയാ പറ്റിയ പെട്ടെന്ന് പറ്റുമോ അല്ലെങ്കിൽ പിന്നെ കാർപ്പറ്റിന് പറ്റുമോ എന്നുള്ള കാര്യം അതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി ഒരാൾക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ കഴിയും. പക്ഷേ ജമാഅത്തിൽ കൂടുമ്പോൾ നിൽക്കാൻ കഴിയില്ല. കാരണം ഇമാം ദീർഘിച്ച് നിസ്കരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഫാത്തിഹ മാത്രമാണെങ്കിൽ നിസ്കരിക്കാം. സൂറത്ത് കൂടി കൂട്ടുമ്പോൾ അയാൾക്ക് ഇരിക്കേണ്ടി വരും. എന്നാൽ അയാൾ ജമാഅത്തിൽ പങ്കെടുക്കുകയാണോ വേണ്ടത്, അതോ നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണോ വേണ്ടത്? ഇബ്നു ഹൈതമി തൊഹഫയിൽ പറഞ്ഞത് ഫത്ഹുൽ മഈൻ ഉദ്ധരിക്കുന്നുണ്ട്. അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് അഫ്ളലെങ്കിലും ജമാഅത്തിൽ പങ്കെടുക്കാം. അത് ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ അയാൾ ഇന്ന് ജമാഅത്തിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ സൂറത്ത് ഒഴിവാക്കി നിസ്കരിക്കലാണ് അഫ്ളലെങ്കിലും സൂറത്ത് ഓതാൻ വേണ്ടി ഇരുന്ന് സൂറത്ത് ഓതാം. പക്ഷെ അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഫാത്തിഹ ഓതുമ്പോ കുഴപ്പമില്ല. പിന്നെ സൂറത്ത് ഓതുമ്പോഴാണ് കാൽമുട്ടിന് വിറയല് വന്നത്. അപ്പൊ എപ്പോഴാണോ അയാൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെങ്കിൽ അപ്പോഴേ ഇരിക്കാൻ പറ്റുള്ളൂ. നേരത്തെ തന്നെ ഇരിക്കാൻ പറ്റൂല. അതാണ് ഇന്നമായ ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് വരെ നിൽക്കാൻ കഴിയുമെങ്കിൽ സൂറത്തിന്റെ സന്ദർഭത്തിലാണ് അവർ അശക്തതയും ഫാത്തിഹ പൂർണ്ണമാക്കുന്നതിന് വരെ പിന്നെ സൂറത്ത് ഓതുന്ന സന്ദർഭത്തിൽ പിന്നെ റുക്കൂഇന് വേണ്ടി അയാൾ ഒന്നുകൂടി എഴുന്നേറ്റിട്ട് റുക്കൂഇലേക്ക് പോകണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ സർവ്വതാഫ്തന്റെ വിഭാഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് സർവ്വതാഫ്തൽ പറയുന്നത്? സർവ്വതാഫ്തൽ പറയുന്നത് 1-ാം വാരം 232-ാമത്തെ പേജിൽ പറയുകയാണ്. എന്താ പറയുന്നത്? ഒരാൾക്ക് റുക്കൂഇന്റെ രൂപത്തിലല്ലാതെ എഴുന്നേൽക്കാൻ കഴിയില്ല. അതേപോലെ അയാള് ഊരനായി മാറിയിട്ടുണ്ട്. ഊരങ്ങൾ വളർന്നിട്ടുണ്ട്. ചില വയസ്സന്മാരങ്ങനെ ഊരായിരിക്കുന്നുള്ളൂ. ഇയാളെ കൊടുക്കൂല. എന്നാൽ പിന്നെ അയാൾ അങ്ങനെ വലിയ രൂപത്തിലായിട്ട് വളർന്നിട്ടാണ് നിസ്കരിക്കുന്നത്. ഇനി ഒരാൾക്ക് കാലിന്റെ മുട്ടുമ്മൽ ഞാൻ പൊന്തി നിൽക്കാൻ വയ്യ, കാൽപാദത്തിൽ നിൽക്കാൻ വയ്യ, എന്നാൽ കാൽമുട്ടുമ്മൽ നിസ്കരിക്കേണ്ടതാണ്. ഇനി ഒരു വസ്തുവിൽ ചായ പിടിച്ചിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ ചായ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരാളെ പരസഹായത്താലേ എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ പരസഹായത്തിന് ആളെ കിട്ടുകയോ വഴിയുണ്ടാവുകയോ ചെയ്താൽ അത് ഉപയോഗപ്പെടുത്തേണ്ട നിർബന്ധമാണ്. ഇപ്പൊ ഒരാൾ ഇങ്ങനെ വളർന്നിട്ടുള്ളതാണ്, അയാൾ ഊര വളർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുമില്ല, അയാൾ അച്ഛനിക്ക് ബാക്കി പോകുന്നത്, പിന്നെ അച്ഛനിക്ക് ഉപയോഗം ചെയ്യണം, പിന്നെ അച്ഛനിക്ക് എഴുതാനും ചെയ്യണം, പിന്നെ സുദൂരത്തേക്ക് പോകാൻ വയ്ക്കാൻ ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗം ഒന്നുകൂടി കൂടുതൽ കുരിഞ്ഞാൽ സുദൂരമായി. ഇനി അങ്ങനെ കൂടുതൽ കുരിഞ്ഞാൻ കഴിയുമെങ്കിൽ അയാൾ നിയത്തുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പൊ നൃത്തമാണ്, ഇപ്പൊ റുക്കൂആണ്, ഇപ്പൊ എഴുതാനാണ്, ഇപ്പൊ സുജൂദാണ്, അനുസരിക്കാൻ ശരീരം ചെയ്യണേ മനസ്സോട് ചെയ്യണം. അങ്ങനെ ചെയ്യണം. ഇനിയാണ് പിന്നെ അബദ്ധം ഒരാൾ
വ്യവസ്ഥയെ കൂടി പറയുന്നു. ഒരാൾക്ക് നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ റോട്ടിൽ കയറി വരികയാണ്, അങ്ങനെ ഹൗസിന്റെ റോഡിലാക്കി അകത്തപ്പള്ളിയിലേക്ക് കയറി ഒന്നും കസേര വന്നു